തിരുവല്ലയിൽ അത്യുജ്വല വിജയം ഉറപ്പെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. വികസനത്തിനു വേണ്ടി ജനങ്ങൾ നിശബ്ദമായി എൻ.ഡി.എക്ക് അനുകൂല വിധി എഴുതിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള നിയമസഭയിൽ ബി.ജെ.പി നിർണായക ശക്തിയായി മാറുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്, കാത്തിരിക്കേണ്ടത്. എന്നോടൊപ്പം ഇപ്പോൾ തിരുവല്ലയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ചേരുകയാണ്. അനുവേട്ടാ, എങ്ങനെയുണ്ട്? അവസാന മണിക്കൂറുകളാണ്. ഈ അവസാന മണിക്കൂറുകളുടെ വിജയപ്രതീക്ഷ? വലിയ വിജയപ്രതീക്ഷയാണ്. ആദ്യം മുതൽ തന്നെയുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് പറയുകയല്ലേ, ഞങ്ങൾ വോട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം പ്രതീക്ഷ ഒത്തിരി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു അത്യുജ്വലമായ ഒരു വിജയമായിരിക്കും ഇത്തവണ കേരളത്തിലും തിരുവല്ലയിലും നമുക്ക് എൻ.ഡി.എക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. എക്സിറ്റ് പോളുകളിലൊക്കെ തിരുവല്ലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു അട്ടിമറി വിജയം, അത് മറ്റു മുന്നണികളൊന്നും പ്രതീക്ഷിക്കാത്തൊരു വിജയം തിരുവല്ലയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ആദ്യമേയൊക്കെ തിരുവല്ലയെ ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം നമ്മൾ സാധാരണ മാധ്യമങ്ങൾ പറയുന്ന ഒരേ കാറ്റഗറി പെടുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കുറേ മണ്ഡലങ്ങളുടെയൊക്കെ പേര് അവരെടുക്കുമ്പോൾ തിരുവല്ല അവർ എടുത്തിരുന്നില്ല. പക്ഷേ പിന്നീട് അവർ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ഇവിടെ വളരെ സൈലൻ്റായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട്, ഒരു വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങളെന്ന് കൃത്യമായി ആളുകൾക്ക് പിന്നീട് വന്നപ്പോൾ സർവേക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് പല എക്സിറ്റ് പോളുകളിലും തിരുവല്ല ഇപ്പോൾ നെക്ക് ടു നെക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ.ഡി.എ വിജയിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഇവിടെ വളരെ സൈലൻ്റായിട്ട് കൃത്യമായി അതിനുള്ള വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് എക്സിറ്റ് പോളിലും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ പോലും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, നമുക്കെതിരെ മത്സരിച്ച ചെകുത്താൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹം പോലും അനുപേട്ടൻ വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് വിജയിക്കേണ്ട ആവശ്യകതയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ പോലും നമ്മുടെ വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ അജു ഒക്കെ പറയുന്നത് പോലെ, ചെകുത്താനെന്ന് വിശേഷിപ്പിക്കുന്ന അപ്പോൾ അജു ഒക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം അവരെല്ലാം ഈ തിരുവല്ല എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ അവർക്കെല്ലാം ഏതൊരു സെക്ഷൻ എടുത്താലും, അത് ചെറുപ്പക്കാർ മുതൽ വൃദ്ധരായിട്ട് വർഷങ്ങളായിട്ട് തിരുവല്ല കണ്ടിട്ടുള്ളവർ മുതൽ എല്ലാവരും, പാവപ്പെട്ടവർ മുതൽ ഒത്തിരി സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവർക്കും തിരുവല്ലയിൽ ഒരു വികസനം വേണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് ഇവരുടെ എല്ലാം വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അത് അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല, അവർക്ക് തിരുവല്ലയ്ക്ക് ഇങ്ങനെയല്ല തിരുവല്ല കിടക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ഒരു നമ്മൾക്ക് ഒരു സാഹചര്യവും സാധ്യത ഉണ്ടായിരുന്നതിനെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും തിരുവല്ലയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടും തിരുവല്ല വികസിക്കേണ്ടതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത്. കേരളത്തിൻ്റെ മുഴുവനുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ, കാൽക്കുലേഷൻ ഇത്തവണ എന്തായാലും നിയമസഭയിൽ ദേശീയതയുടെ ശബ്ദം ഉണ്ടാകുമെന്നുറപ്പാണ്. ദേശീയയുടെ ശബ്ദം ഉണ്ടാകുക മാത്രമല്ല, ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി നിർണായകമായൊരു ശക്തിയായിട്ട് ഇത്തവണ അസംബ്ലിയിൽ ബി.ജെ.പി ഉണ്ടാവും, എൻ.ഡി.എ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു തൂക്ക് നിയമസഭയായിരിക്കുമോ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അറിയില്ല, എക്സിറ്റ് പോളുകൾ പലതുമൊക്കെ തൂക്ക് നിയമസഭയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നിരുന്നാൽ പോലും ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് സംബന്ധിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ശക്തിയായി വളരാൻ പോകുന്ന, അല്ലെങ്കിൽ മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി വിജയാശംസകൾ അറിയിക്കുകയാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, കൃത്യമായിട്ട് കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ വിജയം, അത്യുജ്വല വിജയം തിരുവല്ലയിൽ ഉണ്ടാകും. അത് തീർച്ചയാണ്. അത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണെന്ന് തന്നെയാണ് അനൂപ് ആന്റണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.